ഹായ് ഓൾ. ഇന്ന് നമ്മൾ സെക്ഷൻ ഫോർമുല പറഞ്ഞ ടോപ്പിക്കാണ് നോക്കുന്നത്. ഇപ്പം നമുക്ക് രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട്, എ ബി. ഇതാണ് നമ്മളുടെ ലൈൻ എന്ന് വിചാരിച്ചോളൂ. ഇതിനെ നമ്മൾ ഇന്റേണലി കട്ട് ചെയ്യുന്നുണ്ട്. പി എക്സ് വൈ എന്ന് പറഞ്ഞ പോയിന്റ് ഇന്റേണലി കട്ട് ചെയ്യുന്നുണ്ട് വിചാരിച്ചോളൂ. എന്റെ കോർഡിനേറ്റ്സ് x1 y1 ഉം ബിന്റെ കോർഡിനേറ്റ്സ് x2 y2 ആണെങ്കിൽ പി എക്സ് വൈ എന്ന് പറയുന്നത് ഇന്റേണലി കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം, എ പി എന്ന് പറയുന്ന M1 ഉം പി ബി എന്ന് പറയുന്ന M2 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, പി എ ബൈ പി ബി ഈക്വൽ ടു M1 ബൈ M2 എന്ന് പറയാം. പി എ എന്ന് പറഞ്ഞാൽ M1 ആണ്, പി ബി എന്ന് പറഞ്ഞാൽ M2 ആണ്. അപ്പൊ പി എ ബൈ പി ബി ഈക്വൽ ടു M1 ബൈ M2 എന്ന് പറയാം. ഇതിന് നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. ഇത് ക്യൂവും ഇത് സിയും ആണ് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ട്രയാങ്കിൾ പി എ ക്യൂ സിമിലർ ടു ട്രയാങ്കിൾ ബി പി സി എന്ന് പറയാം. കാരണം എ ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് പറയാം. പി എ ക്യൂ എന്ന് പറഞ്ഞാൽ പി എ ക്യൂ ഈ ട്രയാങ്കിൾ, ബി പി സി എന്ന് പറഞ്ഞാൽ ബി പി സി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം, പി എ ബൈ ബി പി ഈക്വൽ ടു പി ക്യൂ ബൈ ബി സി ഈക്വൽ ടു എ ക്യൂ ബൈ പി സി. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, പി ക്യൂന്റെ ലെങ്ത് നോക്കാം. പി ക്യൂ ഈക്വൽ ടു, പി ക്യൂ എന്ന് പറഞ്ഞാൽ ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്, അതെന്താണ് y മൈനസ് y1. പിന്നെയോ ബി സി, അതെന്താണ് ബി സി, അതായത് y2 മൈനസ് y. പിന്നെയോ എ ക്യൂ, എ ക്യൂ എന്താണ്, എ ക്യൂ പറഞ്ഞാൽ ഈ ലെങ്ത്, അതായത് എക്സ് മൈനസ് x1. പിന്നെയോ പി സി ആണ്, പി സി ഈക്വൽ ടു, പി സി എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്, അതായത് x2 മൈനസ് എക്സ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, പി എ ബൈ ബി പി എന്ന് പറഞ്ഞാൽ M1 ബൈ M2 എന്നാണ് കിട്ടിയിട്ടുണ്ട്. M1 ബൈ M2 ഈക്വൽ ടു പി ക്യൂ ബൈ ബി സി. പി ക്യൂ ബൈ ബി സി എന്ന് പറഞ്ഞാൽ y മൈനസ് y1 ബൈ y2 മൈനസ് y ഈക്വൽ ടു എ ക്യൂ ബൈ പി സി. എ ക്യൂ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് x1 ബൈ x2 മൈനസ് എക്സ്. ഈ ഇക്വേഷനിൽ നമുക്ക് ആദ്യം വൈൻ്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. M1 ഇൻറ്റു y2 മൈനസ് y ഈക്വൽ ടു M2 ഇൻറ്റു y മൈനസ് y1. അപ്പം M1 y2 മൈനസ് M1 y ഈക്വൽ ടു M2 y മൈനസ് M2 y1. മൈനസ് M2 y1 നമുക്ക് ഇങ്ങോട്ട് എടുക്കാം, മൈനസ് M1 y അപ്പുറത്തേക്ക് കൊടുക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടും, M1 പ്ലസ് M2 ഇൻറ്റു y. ഇവിടേക്ക് എടുക്കുമ്പോഴോ M1 y2 പ്ലസ് M2 y1 കിട്ടും. അതായത് നമുക്ക് എന്ത് കിട്ടും, y ഈക്വൽ ടു M1 y2 പ്ലസ് M2 y1 ബൈ M1 പ്ലസ് M2 എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ വൈൻ്റെ ഇക്വേഷൻ. അത് നമ്മളുടെ വൈൻ്റെ ഇക്വേഷൻ. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, എക്സിന്റെ ഇക്വേഷൻ നോക്കാം. M1 ഇൻറ്റു x2 മൈനസ് എക്സ് ഈക്വൽ ടു M2 ഇൻറ്റു എക്സ് മൈനസ് x1. M1 x2 മൈനസ് M1 എക്സ് ഈക്വൽ ടു M2 എക്സ് മൈനസ് M2 x1. ഇതിനെ ഇങ്ങോട്ടും എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഈക്വൽ ടു M1 പ്ലസ് M2 ഇൻറ്റു എക്സ് എന്ന് കിട്ടും. ഇതിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ M1 x2 പ്ലസ് M2 x1 എന്ന് കിട്ടും. അതായത് എക്സ് ഈക്വൽ ടു എന്താണ്, M1 x2 പ്ലസ് M2 x1 ബൈ M1 പ്ലസ് M2 എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ എക്സിന്റെ ഇക്വേഷൻ. പിന്റെ കോർഡിനേറ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, അതായത് സെക്ഷൻ ഫോർമുലയിൽ പിന്റെ കോർഡിനേറ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പിനെ നമ്മൾ എക്സ് വൈ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. എക്സിന്റെ വാല്യൂ അതാണെന്ന് കിട്ടിയിട്ടുണ്ട്, വൈന്റെ വാല്യൂ ഇതാണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് പിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, പി ഈക്വൽ ടു M1 x2 പ്ലസ് M2 x1 by M1 plus M2. M1
y2 പ്ലസ് m2 y1 ബൈ m1 പ്ലസ് m2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ പി. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്. സെക്ഷൻ ഫോർമുല. ഇനിയിപ്പോ നമുക്ക് k:1 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത് വിചാരിച്ചോളൂ. ഇവിടെ നമുക്ക് m1:m2 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തത്. അപ്പൊ ഇനിയിപ്പോ k:1 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? പിന്റെ കോർഡിനേറ്റ് എങ്ങനെയാ? kx2 plus x1 by k plus 1 ky2 plus y1 by k plus 1 എന്ന് പറയാം. ഇനിയിപ്പോ നമുക്ക് തന്നത് ഒരു മിഡ് പോയിന്റ് ആണെന്ന് വിചാരിച്ചോളൂ. മിഡ് പോയിന്റ് പറഞ്ഞാൽ എന്താ? 1:1 റേഷ്യോ ആണ്. അപ്പൊ 1:1 റേഷ്യോയിലാണ് മിഡ് പോയിന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? m1നും m2നും 1 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? പിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? x2 plus x1 by 2 y2 plus y1 by 2. അതായത് x1 plus x2 by 2 y1 plus y2 by 2 ആണ് നമ്മളുടെ മിഡ് പോയിന്റ് ഫോർമുല. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് which divides the line segment joining the points 4, -3 and 8, 5 in the ratio 3:1 internally. ഇന്റേണൽ ഡിവിഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട്. k:1 റേഷ്യോയിലാണ്, അതായത് 3:1 എന്ന് പറഞ്ഞാൽ k:1 റേഷ്യോയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് k:1 റേഷ്യോന്റെ ഇക്വേഷൻ എഴുതാം. ആദ്യം എക്സ് വൈ ഈക്വൽ ടു എന്താണ്? kx2 plus x1 by k plus 1 ky2 plus y1 by k plus 1. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. അതിൽ x2 y2 നമുക്ക് അറിയാം, തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 3 ഇൻറ്റു x2 എന്ന് പറഞ്ഞാൽ എത്രയാ? 8 പ്ലസ് x1 4 ബൈ 3 പ്ലസ് 1 തന്നെ എഴുതാം. 3 പ്ലസ് 1 k ഇൻറ്റു y2 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 5 പ്ലസ് y1 -3 ബൈ 3 പ്ലസ് 1 ഈക്വൽ ടു എന്താ? 3 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 24 പ്ലസ് 4 28 ബൈ 4 3 ഇൻറ്റു 5 15 മൈനസ് 3 പറഞ്ഞാൽ 12 ബൈ 4 28 ബൈ 4ഉം 12 ബൈ 4. 28 ബൈ 4 എന്ന് പറഞ്ഞാൽ 7, 12 ബൈ 4 എന്ന് പറഞ്ഞാൽ 3. ഇതാണ് നമ്മളുടെ പോയിന്റ്. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In what ratio does the point -4, 6 divide the line segment joining the points A -6, 10 and B 3, -8? എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മളോട് റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന പോയിന്റ് തന്നിട്ടുണ്ട്. m1:m2 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം xy ഈക്വൽ ടു എന്താണ്? m1x2 plus m2x1 by m1 plus m2 m1y2 plus m2y1 by m1 plus m2 എന്ന് എഴുതാം. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -4, 6 ആണ് നമ്മളുടെ പി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ m1x2 m1 ഇൻറ്റു x2 എന്ന് പറഞ്ഞാൽ എത്രയാ? 3 പ്ലസ് m2 ഇൻറ്റു x1 എന്ന് പറഞ്ഞാൽ എത്രയാ? -6 ബൈ m1 പ്ലസ് m2. ഇനിയോ m1 ഇൻറ്റു y2 എന്ന് പറഞ്ഞാൽ -8 പ്ലസ് m2 ഇൻറ്റു y1 എന്ന് പറഞ്ഞാൽ 10 ബൈ m1 പ്ലസ് m2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. -4 ഇൻറ്റു m1 പ്ലസ് m2 ഈക്വൽ ടു എന്താ? 3m1 -6m2 എന്ന് പറയാം. -4m1 m2 എന്ന് പറഞ്ഞാൽ -4m1 -4m2 ഈക്വൽ ടു 3m1 -6m2 എന്ന് പറയാം. അപ്പോൾ ഈ -4m1 നമുക്ക് അപ്പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 7m1 എന്ന് കിട്ടി. ഈ -6m2 നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. അപ്പം 2m2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? m1/m2 ഈക്വൽ ടു 2/7 എന്ന് പറയാം. ഇപ്പം ഇത് നമ്മൾ ഒരു ഭാഗം ഈ എക്സിന്റെ ടേം മാത്രമാണ് ചെയ്തത്. അതേപോലെ വൈൻ്റെ ടേമും നമ്മൾ ചെയ്ത് നോക്കണം. എന്തിന്? ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ റേഷ്യോ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ
വൈൻ്റെ ടേം കൂടി ചെയ്തോളാം. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. 6 into m1 plus m2 equal to -8 m1 plus 10 m2. 6 m1 plus 6 m2 equal to -8 m1 plus 10 m2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ 8 m എങ്ങോട്ട് എടുത്താൽ 14 m1 ഈക്വൽ ടു 4 m2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? m1 by m2 ഈക്വൽ ടു 4 by 14 ഈക്വൽ ടു 2 by 7 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. ഇവിടെ m1 ഈസ്റ്റ് m2 2 by 7 കിട്ടി. ഇവിടെ m1 ഈസ്റ്റ് m2 2 by 7 കിട്ടി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? റേഷ്യോ സെയിം ആണെന്ന് പറയാം. റേഷ്യോ ആണ് നമ്മളോട് വെച്ചിട്ട് അത് നമുക്ക് കിട്ടി. ഇനി ഇതേ കാര്യം K/1 ഇക്വേഷൻ എടുത്തിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. നമുക്ക് എന്ത് കിട്ടും? -4 6 ഈക്വൽ ടു kx2 plus x1 by k plus 1 ky2 plus y1 by k plus 1 എന്ന് കിട്ടും. -4 into k plus 1 equal to k x2 പറഞ്ഞാൽ എത്രയാണ്? into 3 plus അല്ല പ്ലസ് x1 എന്താ? -6. അതേപോലെ 6 into k plus 1 ഈക്വൽ ടു എന്താണ്? k into y2 പറഞ്ഞാൽ k into -8 പ്ലസ് y1 10 ഇങ്ങനെ കിട്ടി. അപ്പോൾ നമുക്ക് -4 into k plus 1 എന്ന് പറഞ്ഞാൽ -4k -4 ഈക്വൽ ടു k into 3 എത്രയാ? 3k -6 എന്ന് വന്നു. ഈ k അപ്പുറത്തേക്ക് എടുക്കാം. അപ്പോൾ -7k ഈക്വൽ ടു എന്താണ്? ഇതിനെ എപ്പുറത്തേക്ക് എടുത്ത് നമുക്ക് എന്ത് കിട്ടും? -2 എന്ന് കിട്ടും. അപ്പോൾ k ഈക്വൽ ടു എന്ത് കിട്ടും? 2 by 7 എന്ന് കിട്ടും. -7k ഈക്വൽ ടു -2 എന്ന് പറഞ്ഞാൽ k by 1 എന്ന് പറഞ്ഞാൽ 2 by 7 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അതേപോലെ എവിടെയും ചെയ്ത് നോക്കാം. ഇവിടെ എങ്ങനെയാ? 6k plus 6 ഈക്വൽ ടു -8k plus 10 എന്ന് കിട്ടി. ഈ 6ന് അപ്പുറത്തേക്ക് എടുക്കാം. അപ്പം 4 എന്ന് കിട്ടും. 8k അപ്പുറത്തേക്ക് എടുത്താൽ 14k എന്ന് കിട്ടും. k ഈക്വൽ ടു 4 by 14 ഈക്വൽ ടു എന്താ? 2 by 7 കിട്ടും. k by 1 ആണ് k എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് രണ്ട് മെത്തേഡ് വഴിയും ചെയ്യാം. ഇതേ പ്രോബ്ലം രണ്ട് മെത്തേഡ് വഴിയും ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ്സ് ഓഫ് ദി ട്രൈസെക്ഷൻ, ദാറ്റ് ഈസ് പോയിന്റ് ഡിവൈഡിംഗ് ഇൻ ഈക്വൽ പാർട്സ് of the line segment joining the points A 2 -2 and B -7 4. എന്താ പറഞ്ഞിട്ടുള്ളത്? രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ട്രൈസെക്ഷൻ ഫോം ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ട്രൈസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ പോയിന്റ് എന്ന് വിചാരിച്ചോളൂ. എ, ഇത് ബി. അപ്പോൾ നമുക്ക് ഇങ്ങനെ 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് പറയാം? ആദ്യത്തെ പോയിന്റിന് പി എന്നും രണ്ടാമത്തെ പോയിന്റിന് ക്യൂ എന്നും പറയാം. ഇങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ പിന്റെ ക്യൂന്റെയും കോർഡിനേറ്റ്സ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ഭാഗം 1ഉം ഇത്രയും ഭാഗം 2 ആയിട്ട് നമുക്ക് എടുക്കാം. ആദ്യത്തെ കേസ് പിന്റെ കോർഡിനേറ്റ് കാണാൻ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? xy ഈക്വൽ ടു 1x2 plus m2 x1 by m1 plus m2 m1 y2 plus m2 y1 by m1 plus m2 എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ ജനറൽ ഇക്വേഷൻ. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. xy എന്ന് പറഞ്ഞ പോയിന്റ് നമുക്കറിയില്ല, xy നമുക്കറിയില്ല. അപ്പം m1 x2 m1 എന്ന് പറഞ്ഞാൽ എത്രയാ? m1 എന്ന് പറഞ്ഞാൽ 1 ആണ്. x2 എന്ന് പറഞ്ഞാൽ എത്രയാ? ബിന്റെ പോയിന്റ് ഇൻറ്റു -7 പ്ലസ് m2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ഇൻറ്റു x1 ബൈ 1 പ്ലസ് 2. ഇനിയോ വൈൻ്റെ കോർഡിനേറ്റ് എന്താ? 1 ഇൻറ്റു 4 പ്ലസ് 2 ഇൻറ്റു -2 ബൈ 1 പ്ലസ് 2. ഇതാണ് നമ്മളുടെ എന്ത് പി എന്ന് പറഞ്ഞാൽ Pxy ഈക്വൽ ടു ഇതാണ്. അപ്പം നമുക്ക് എന്ത് കിട്ടും? -7 പ്ലസ് 4 ബൈ 3 4 - 4 ബൈ 3 എന്ന് കിട്ടും. ഈക്വൽ ടു എന്താ? -7 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ -3 ബൈ 3 ബൈ 0, അതായത് -1 0 ആണ് നമ്മളുടെ
ആദ്യത്തെ പോയിന്റ്. അപ്പൊ പിന്റെ പോയിന്റ് നമുക്ക് കിട്ടി. പി എന്ന് പറഞ്ഞാൽ -1 0 ആണ്. ഇനി ക്യൂവിന്റെ പോയിന്റ് കിട്ടണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഇത് മൊത്തം 2 ആയിട്ട് എടുത്തിട്ട് ഇത് 1 ആയിട്ട് എടുക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ബിന്റെ മിഡ് പോയിന്റ് തിയറം വെച്ചിട്ട് നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ തന്നെ ചെയ്യാം. പിന്നെ qxy equal to 2 into -7 plus 2/3 2 into 4 minus 2/3 എന്ന് കിട്ടും. അതെന്താണ്? 2 into -7 -14 plus 2/3 അല്ല 2 into 4 എന്ന് പറഞ്ഞാൽ 8 minus 2/3. അതെന്താണ്? -14 plus 2 എന്ന് പറഞ്ഞാൽ -12/3. 8 minus 2 എന്ന് പറഞ്ഞാൽ 6/3. എന്താണ്? -4 എന്നാണ് നമ്മളുടെ ഉത്തരം. -4 അതെന്താണ്? അത് നമ്മളുടെ ക്യൂ ആണ്. -4 അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find the ratio in which the y-axis divides the line segment joining the points 5, -6 and -1, -4. Also find the point of intersection. എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈനിനെ y ആക്സിസ് ഡിവൈഡ് ചെയ്യുന്നത് ആ റേഷ്യോ ആണ് നമ്മളോട് ആദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളത്. ആ റേഷ്യോ കണ്ടെത്താനും പിന്നെ ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റേഷ്യോ കാണാം. അപ്പം ലെറ്റ് ദ റേഷ്യോ ബി k:1. k:1 ആണ് നമ്മൾ അസ്യൂം ചെയ്യാം നേരത്തെ പോലെ തന്നെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? pxy ഈക്വൽ ടു എന്താണ്? kx2 plus x1 by k plus 1 എന്നും ky2 plus y1 by k plus 1 എന്നും എഴുതാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം pxy ഈക്വൽ ടു എന്താ? k into x2 പറഞ്ഞാൽ -1 plus x1 എന്ന് പറഞ്ഞാൽ 5 by k plus 1 k into y2 എന്താ? k into -4 plus y1 -6 by k plus 1 equal to എന്താ? -k plus 5 by k plus 1 minus 4k minus 6 by k plus 1. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? y ആക്സിസ് ഡിവൈഡ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ y ആക്സിസ് ഡിവൈഡ് ചെയ്യുന്ന എക്സ് ടേം എന്തായിരിക്കും? എക്സ് ടേം 0 ആയിരിക്കും. ഇംപ്ലൈസ് x equal to 0. അതായത് -k plus 5 by k plus 1 equal to 0 എന്ന് കിട്ടി. അതെങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? k equal to 5 എന്ന് പറയാം. k equal to 5 എന്ന് പറഞ്ഞാൽ എന്താ? ഇംപ്ലൈസ് റേഷ്യോ k:1 equal to 5:1 ആണ് നമ്മളുടെ റേഷ്യോ. ഇതാണ് നമ്മുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. അപ്പൊ നമുക്ക് എന്ത് പറയാം? xy equal to ഇത് 0യും -4 into k എന്ന് പറഞ്ഞാൽ എത്രയാ? 5 ആണ്. -6 by k plus 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 5 plus 1 equal to -4 into 5 എന്ന് പറഞ്ഞാൽ എത്രയാ? -20 -6 by 5 plus 1 6 equal to 0 -26 by 6 equal to 0 -13/3. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If the point A61, B82, C94 and DP3 are the vertices of a parallelogram taken in order, find the value of P. എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് പാരഗ്രാമിന്റെ വെർട്ടിസസ് ആയിട്ട് 4 പോയിന്റ് തന്നിട്ടുണ്ട്. അതായത് ഒരു പോയിന്റിന്റെ മുകളിൽ P എന്ന് കോർഡിനേറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് Pന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്താ അറിയാം? We know that the diagonals of a parallelogram bisect each other. അപ്പോൾ നമുക്ക് implies coordinates of midpoint
of AC equal to coordinates of midpoint of BD എന്ന് പറയാം. നമുക്ക് എന്ത് പറയാം? കോർഡിനേറ്റ്സ് ഓഫ് മിഡ് പോയിന്റ് ഓഫ് AC ഈക്വൽ ടു കോർഡിനേറ്റ്സ് ഓഫ് മിഡ് പോയിന്റ് ഓഫ് BD എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് മിഡ് പോയിന്റ് തിയറം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം എന്താണ് മിഡ് പോയിന്റ് തിയറം ഈക്വൽ ടു x1 plus x2 by 2 y1 plus y2 by 2. ഇതാണ് നമ്മളുടെ മിഡ് പോയിന്റ് തിയറം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മിഡ് പോയിന്റ് ഓഫ് AC എന്താണ് ഈക്വൽ ടു 6 plus 9 by 2 1 plus 4 by 2. ഇതാണ് ACൻ്റെ മിഡ് പോയിന്റ് ഈക്വൽ ടു 15 by 2 5 by 2 ആണ് നമ്മളുടെ മിഡ് പോയിന്റ് ഓഫ് AC. മിഡ് പോയിന്റ് ഓഫ് BD എന്താണ് 8 plus P by 2 2 plus 3 by 2. 8 plus P by 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 plus P by 2 തന്നെ. 2 plus 3 by 2 എന്ന് പറഞ്ഞാൽ 5 by 2 implies 8 plus P equal to 15. അപ്പോൾ P എന്താ? implies 15 minus 8 equal to 7.